ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. റൈറ്റ് ഇൻവെസ്റ്റിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിന്യൂവബിൾ എനർജി സെക്ടറിലെ ഒരു ഭീമൻ കമ്പനിയെയും കമ്പനിയുടെ സബ്സിഡറി കമ്പനിയും എന്തുകൊണ്ട് ബൈയിങ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 2550 രൂപയ്ക്കാണ് സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തത്. 1503 ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് നൽകിയത്. ശേഷം നല്ലൊരു പ്രോഫിറ്റിൽ ലിസ്റ്റ് ചെയ്ത് റാലി നടത്തിയ സ്റ്റോക്കാണ് വാരി എനർജി. ഇന്ത്യയിലെ സോളാർ മേഖലയിലെ ഏറ്റവും ലാർജസ്റ്റ് മാനുഫാക്ചററും ഹയസ്റ്റ് എക്സ്പോർട്ടറുമാണ് വാരി എനർജി. ഡൊമസ്റ്റിക് സോളാർ മാർക്കറ്റിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും ലിസ്റ്റ് ചെയ്തതും ചെയ്യാത്തതുമായി ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും മൊത്തത്തിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ 21% വാരി എനർജീസിൻ്റെ കയ്യിലാണ്. അതുപോലെ മൊത്തം സോളാർ എക്സ്പോർട്ടിൻ്റെ 44% ഹാൻഡിൽ ചെയ്യുന്നത് വാരി എനർജീസ് ആണ്. അതായത് ഒരു മാർക്കറ്റ് ലീഡർ കമ്പനിയാണ് വാരി എനർജീസ് എന്ന് പറയാം. സോളാർ രംഗത്ത് ഒരു പ്രീമിയം ക്ലാസ് കമ്പനിയാണ് വാരി എനർജീസ്. 2024 12 ജിഗാവാട്ടിൻ്റെ കപ്പാസിറ്റിയാണ് കമ്പനിക്ക് മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. 2027 പ്ലാൻ ചെയ്യുന്നത് 27 ജിഗാവാട്ടിൻ്റെ കപ്പാസിറ്റി എക്സ്പാൻഷൻ ആണ്. കമ്പനി പ്രധാനമായും ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് സോളാർ മൊഡ്യൂളുകൾക്ക് ആവശ്യമായിട്ടുള്ള അനുബന്ധ പ്രൊഡക്റ്റുകൾ, സോളാർ സെല്ലുകൾ, വേഫറുകൾ തുടങ്ങിയവ ചൈനയിൽ നിന്നും മറ്റും ഇമ്പോർട്ട് ചെയ്യാറാണുള്ളത്. അത് ഒഴിവാക്കുന്നതിനായി ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായി കമ്പനി ഒരു 6 ജിഗാവാട്ടിൻ്റെ ഫാക്ടറി കൂടി ഒഡീഷയിൽ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 2027 അതിൻ്റെ കമ്മീഷനിങ് ഉണ്ടാവും എന്ന് മാനേജ്മെൻറ്റ് പറയുന്നു. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 87,600 കോടി രൂപയാണ്. അതായത് കമ്പനി ഒരു ലാർജ് ക്യാപ് കമ്പനിയാണ്. PE 32 മാത്രമാണ്. അവസാന 5 വർഷത്തെ പ്രോഫിറ്റിൻ്റെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് CAGR എന്ന് പറയുന്നത് 113%. അതായത് ഹ്യൂജ് ജമ്പാണ് അവസാന 5 വർഷമായി കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അവസാന ക്വാർട്ടറിലെ റിസൾട്ട് നോക്കിയാൽ റവന്യൂവിൽ 70% ഗ്രോത്താണ് മുൻപത്തെ ഇതേ സീസണുമായി കമ്പയർ ചെയ്യുമ്പോഴുള്ളത്. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 2024 സെപ്റ്റംബർ ക്വാർട്ടറിൽ 376 കോടി ഉണ്ടായിരുന്നത് 2025 സെപ്റ്റംബർ ക്വാർട്ടറിൽ 878 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. EPS ഏർണിങ്സ് പെർ ഷെയർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇതേ സീസണിൽ 13.73 കോടി ഉണ്ടായിരുന്നത് ഇപ്പോൾ 29.2 ആയിട്ടുണ്ട്. അതായത് ഡബിൾ ഗ്രോത്ത് ആണ് EPSലും നെറ്റ് പ്രോഫിറ്റിലും ഒക്കെ കമ്പനി ഈ ക്വാർട്ടറിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അവസാന വർഷത്തെ EPS എന്ന് പറയുന്നത് 65 രൂപയാണ്. അതേസമയം കഴിഞ്ഞ 6 മാസം കൊണ്ട് തന്നെ കമ്പനി ഒരു ഷെയറിൽ 55 രൂപ EPS അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വർഷം 2 ക്വാർട്ടർ റിസൾട്ടിൽ തന്നെ EPS 55 ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് 2026 ഫിനാൻഷ്യൽ ഇയറിൽ ഒരു 110 രൂപയ്ക്ക് മുകളിലേക്ക് EPS റെക്കോർഡ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്വാർട്ടർ 3യിലും നല്ല റിസൾട്ട് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം GST റിവേഴ്സ് ചെയ്ത ശേഷം സോളാർ സെക്ടറിൽ ഹ്യൂജ് സെയിൽസ് നടക്കുന്നുണ്ട്. കാരണം ഒരു ഭാഗത്ത് EVയുടെ എക്സ്പാൻഷനും മറുഭാഗത്ത് GST സ്ലാബ് 5% കൊണ്ടുവന്നതും സോളാർ രംഗത്ത് വലിയ രീതിയിലുള്ള വിലക്കുറവിന് കാരണമായിട്ടുണ്ട്. അതുപോലെ ഗവൺമെൻറ് നൽകുന്ന സബ്സിഡിയും ഒക്കെ സെയിൽസ് കൂടാൻ കാരണമാണ്. കമ്പനിയുടെ റവന്യൂവിലും നെറ്റ് പ്രോഫിറ്റിലും കഴിഞ്ഞ കാലങ്ങളിൽ ഹ്യൂജ് ഗ്രോത്ത് ആണ് കാണുന്നത്. 2020 1996 കോടിയുടെ റവന്യൂ ആണ് കമ്പനി ഏൺ ചെയ്തതെങ്കിൽ 2025 14,440 കോടിയായി ഉയർന്നിട്ടുണ്ട്. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 2020 വെറും 39 കോടി ആയിരുന്നെങ്കിൽ 2025 ആയപ്പോഴേക്ക് 2,802 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് ജനറേറ്റ് ചെയ്തത്. അതായത് ഹ്യൂജ് ജമ്പാണ് റവന്യൂവിലും നെറ്റ് പ്രോഫിറ്റിലും ഒക്കെ കാണുന്നത്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 28 കോടി ഷെയർസ് ആണ്
കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. 28 കോടി എന്ന് പറയുന്നത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഒരു നമ്പറല്ല. കമ്പനിക്ക് 11,200 കോടിയുടെ റിസർവ് ഉണ്ട്. 2,941 കോടിയുടെ ബോറോയിങ്സ് മാത്രമേ ഉള്ളൂ. അതേസമയം ലിക്വിഡ് ക്യാഷ് ആയിട്ട് തന്നെ കമ്പനിക്ക് 7,884 കോടിയുണ്ട്. അതായത് ബോറോയിങ്സ് വലുതായി ഇല്ല എന്നർത്ഥം. കഴിഞ്ഞ ക്വാർട്ടറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റേക്ക് നല്ലപോലെ ഉയർത്തിയിട്ടുണ്ട്. 2.68% നിന്ന് 6.35% ആയി FII സ്റ്റേക്ക് ഉയർത്തിയിട്ടുണ്ട്. DII 2.86% നിന്ന് 2.82 ആയി ചെറുതായി കുറച്ചിട്ടുണ്ട്. IPO നടത്തി ലിസ്റ്റ് ചെയ്ത് 1 വർഷം ആയതിനാൽ സ്വാഭാവികമായും ഫണ്ട് ഓപ്പറേറ്റേഴ്സിൻ്റെ ചെറിയൊരു സെല്ലിംഗ് ഇത്തരം കമ്പനീസിൽ കാണാറുള്ളതാണ്. വരും കാലങ്ങളിൽ സ്റ്റോക്ക് നല്ല റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ഫണ്ട് ഓപ്പറേറ്റേഴ്സിൻ്റെ ഫെർദർ ബൈയിങ് വരുമെന്നും പ്രതീക്ഷിക്കാം. കമ്പനിയുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ നോക്കുമ്പോൾ കമ്പനി മുൻപ് പ്ലാൻ ചെയ്ത കപ്പാസിറ്റി എക്സ്പാൻഷനേക്കാളും അപ്പുറമുള്ള കപ്പാസിറ്റി എക്സ്പാൻഷനാണ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. 2026 ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോഴേക്ക് 27 ജിഗാവാട്ടിലേക്ക് മൊഡ്യൂളിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനും 2027 ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്ക് സെല്ലിൻ്റെ കപ്പാസിറ്റി 15 ജിഗാവാട്ടിലേക്ക് ഉയർത്താനും അതുപോലെ ഇൻഗോട്ടിൻ്റെ കപ്പാസിറ്റി 2027 ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്ക് 10 ജിഗാവാട്ടിലേക്ക് ഉയർത്താനും ആണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ BESS ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം 3.5 ജിഗാവാട്ടിൽ നിന്ന് 20 ജിഗാവാട്ട് ആയാണ് കമ്പനി ഉയർത്തുന്നത്. അതിനായി 8,000 കോടിയുടെ പദ്ധതിയാണ് കമ്പനി അനൗൺസ് ചെയ്തത്. അതായത് ഹ്യൂജ് ജമ്പാണ് BESSലും കമ്പനി പ്ലാൻ ചെയ്യുന്നത് എന്ന് അർത്ഥം. ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി 4 ജിഗാവാട്ട് ആയി ഉയർത്താനും പദ്ധതിയുണ്ട്. അതിൽ 3 ജിഗാവാട്ട് ഈ 2026 ഫിനാൻഷ്യൽ ഇയറിലും 1 ജിഗാവാട്ട് 2027 ഫിനാൻഷ്യൽ ഇയറിലും കമ്മീഷൻ ചെയ്യും എന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. അതായത് 2028 വരെ ആകെ 25,000 കോടിയുടെ കപ്പാസിറ്റി എക്സ്പാൻഷനാണ് കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിൽ 15% 2026 ഫിനാൻഷ്യൽ ഇയറിൽ തന്നെയും 50% 2027 ഫിനാൻഷ്യൽ ഇയറിലും ബാക്കിയുള്ളത് 2028 ഫിനാൻഷ്യൽ ഇയറിലുമാണ് ഉദ്ദേശിക്കുന്നത്. കപ്പാസിറ്റി എക്സ്പാൻഷൻ കൂടാതെ കമ്പനി മറുഭാഗത്ത് പല കമ്പനികളെ അക്വിസിഷൻ നടത്തിക്കൊണ്ടും ഫോറിൻ കൺട്രീസിൽ സബ്സിഡറി കമ്പനികൾ ഫോം ചെയ്തുകൊണ്ടും അവരുടെ ബിസിനസ് വളർത്തുന്നുണ്ട്. കമ്പനിക്ക് 47,000 കോടിയുടെ ഓർഡർ ബുക്ക് ഇപ്പോൾ തന്നെ കയ്യിലുണ്ട്. കണ്ടിന്യൂസ് ആയി സബ്സിഡറികൾ ഫോം ചെയ്യുന്നുണ്ട്, അക്വിസിഷൻ നടത്തുന്നുണ്ട്. കമ്പനിയുടെ ബിസിനസ്സും എക്സ്പാൻഷനുമൊക്കെ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, നമുക്ക് ഇപ്പോൾ ഫോക്കസ് ചെയ്യാവുന്ന നല്ലൊരു സെക്ടർ സോളാർ സെക്ടറാണ്. സോളാർ സെക്ടറിൽ നിന്ന് 1-2 കമ്പനികൾ ഈ സമയത്ത് തീർച്ചയായും നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കേണ്ട സമയമാണ്. കാരണം 2030 ആകുമ്പോഴേക്ക് സോളാർ സെക്ടറിൽ ഒരു ഹ്യൂജ് ജമ്പാണ് ഇന്ത്യയിൽ വരാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ രാജ്യം ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. 2030ഓടെ ഏതാണ്ട് വാഹനങ്ങളൊക്കെ ഇലക്ട്രിക്കിലേക്ക് മാറും എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. സ്വാഭാവികമായും ഇന്ന് പല വീടുകളിലും ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടാവണമെന്നില്ല. എന്നാൽ പതിയെ 2-3 വർഷം കൊണ്ട് ഓരോ വീട്ടിലും ഇലക്ട്രിക് സ്കൂട്ടറുകളും ബൈക്കുകളും വരും. അടുത്ത 5 വർഷത്തിനിടയിൽ ഓരോ വീട്ടിലും ഇലക്ട്രിക് കാറുകളും വരും എന്ന് പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഇലക്ട്രിക് വെഹിക്കിൾ ഓരോ വീട്ടിലും എത്തുന്നതോടെ ഇലക്ട്രിസിറ്റി ചാർജ് കുറക്കാൻ വേണ്ടി ഓരോ വീട്ടിലും സോളാർ പാനലുകൾ വെക്കുന്ന സംവിധാനവും കടന്നു വരാൻ തന്നെയാണ് സാധ്യത. മുൻപ് പറഞ്ഞതുപോലെ തന്നെ എയർ കണ്ടീഷനിലൊക്കെ ഇതുപോലുള്ള ഗ്രോത്ത് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞു. അതിനെ ബേസ് ചെയ്താണ് ഡിക്സൺ ടെക്നോളജി പോലുള്ള കമ്പനികൾ വളർന്നതെങ്കിൽ അതേ രീതിയിൽ, അതായത് ഓരോ വീട്ടിലും AC ആയതുപോലെ ഇനി ഓരോ വീട്ടിലും ഇലക്ട്രിക് വെഹിക്കിളും സോളാറും ഒക്കെ ഭാവിയിൽ വരും. കാരണം ഗവൺമെൻറ്റിൻ്റെ പോളിസിയും അതേ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ
പറഞ്ഞു വന്നത് സോളാർ രംഗത്ത് ഇതുപോലുള്ള ഡൊമസ്റ്റിക് യൂസിന് വേണ്ടിയുള്ള ഒരു ഗ്രോത്തിന് സാധ്യതയുണ്ട്. കൂടാതെ ഇൻ്റർനാഷണൽ തലത്തിലും ഇതുപോലെ സോളാർ അല്ലെങ്കിൽ ഗ്രീൻ എനർജി മേഖലയിൽ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ മിക്ക കമ്പനികളും സോളാറിലേക്ക് മാറുകയാണ്. മിക്ക കമ്പനികളുടെയും എക്സ്ചേഞ്ച് ഫയൽ അല്ലെങ്കിൽ അപ്ഡേഷൻ നോക്കിയാൽ ഇത് മനസ്സിലാവുന്നതാണ്. വലിയ ജിഗാവാട്ടിൻ്റെ സോളാർ പദ്ധതികളാണ് പല കമ്പനികളും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ ഈ സെക്ടറിന് ഭാവിയിൽ വലിയൊരു ഗ്രോത്തിന് സാധ്യതയുണ്ട്. അതിൻ്റെ വലിയൊരു ബെനിഫിഷ്യറി ആയിരിക്കും വാരി എനർജിയും വാരി റിന്യൂവബിളും എന്നും പ്രതീക്ഷിക്കുന്നു. അതായത് മുൻപ് ഡിക്സൺ ടെക്നോളജി ഒക്കെ വളർന്നതുപോലെ വളരാൻ സാധ്യതയുള്ള കമ്പനികളാണ് വാരി എനർജിയും വാരി റിന്യൂവബിളും. വാരി എനർജീസിൻ്റെ സബ്സിഡറിയാണ് വാരി റിന്യൂവബിൾ. ഒരേ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള 2 കമ്പനികളാണ് ഇവ. വാരി റിന്യൂവബിളിൻ്റെ 75% സ്റ്റേക്കും ഹോൾഡ് ചെയ്യുന്നത് വാരി എനർജീസ് ആണ്. 2000 രൂപയ്ക്ക് മുകളിൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് വാരി എനർജി. 100-ന് മുകളിൽ EPS ഈ വർഷം റെക്കോർഡ് ചെയ്യാൻ സാധ്യതയുള്ള കമ്പനിയാണ്. കാരണം നെറ്റ് പ്രോഫിറ്റിലും വലിയൊരു ജമ്പും വലിയ കപ്പാസിറ്റി എക്സ്പാൻഷനുമാണ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. Q3-യിൽ നല്ലൊരു റിസൾട്ടും ശേഷം സ്റ്റോക്ക് കയറിപ്പോവാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. ഫ്രണ്ട്സ്, ഈ വക കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് സ്റ്റോക്കിനെ ഞാൻ എൻ്റെ ലോങ് ടേം പോർട്ട്ഫോളിയോ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നത്. തീർച്ചയായും നിങ്ങളുടേതായി തന്നെ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസും സ്റ്റോക്കിൻ്റെ ഭാവിയിലെ വളർച്ചാ സാധ്യതയും ഒപ്പം ടെക്നിക്കൽ സംബന്ധമായ വശവും മനസ്സിലാക്കിയ ശേഷം മാത്രം ബൈയിങ്ങിന് പരിഗണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ഫ്രണ്ട്സ്, മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന സ്റ്റോക്കുകളുടെ റിസൾട്ടും കാര്യങ്ങളും ഫോളോ ചെയ്യാനായി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്.